ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ വയോധികയുടെ കൊലപാതകത്തിൽ നിരപരാധിയെ പ്രതിയാക്കിയ സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച. കൊല്ലപ്പെട്ട സ്ത്രീയുടെ വീട്ടിൽ അബൂബക്കറിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന ഒറ്റ കാരണത്തിൽ ഇയാൾക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി. മോഷ്ടാക്കളുടെ സാന്നിധ്യം സംബന്ധിച്ച വിശദ പരിശോധന പോലും നടത്തിയില്ല. റിമാൻഡ് റിപ്പോർട്ടിലും അബൂബക്കറിനെതിരെ ഗുരുതര കുറ്റകൃത്യങ്ങളാണ് എഴുതി ചേർത്തത്. തോട്ടപ്പള്ളി ഒറ്റപ്പുന്നയിൽ സ്ത്രീ കൊല്ലപ്പെട്ട കേസിലാണ് അയൽവാസിയായ അബൂബക്കറിനെ പോലീസ് കൊലക്കേസിൽ പെടുത്തിയത്. സംഭവ ദിവസം അബൂബക്കർ സ്ത്രീയുടെ വീട്ടിലെത്തിയെന്ന കണ്ടെത്തലിലായിരുന്നു അതിരുവിട്ട നീക്കം. തുടരന്വേഷണത്തിൽ അബൂബക്കറിന് കൊലപാതകത്തിൽ പങ്കില്ലെന്ന് കണ്ടെത്തിയിരുന്നു. മോഷ്ടിക്കാനെത്തിയ ദമ്പതികളാണ് പ്രതികളെന്നും കണ്ടെത്തി. ഇതോടെ അബൂബക്കറിനെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. മോഷ്ടാക്കളായ സൈനുലാബ്ദിനെയും ഭാര്യ അനീഷയെയും കൊലക്കേസിൽ 1ഉം 2ഉം പ്രതികളാക്കിയാണ് പുതിയ റിപ്പോർട്ട്. കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും അബൂബക്കറിനെതിരായ ബലാത്സംഗ കുറ്റം നിലനിൽക്കുകയാണ്. അബൂബക്കറിനെ പ്രതി ചേർത്ത് കോടതിയിൽ സമർപ്പിച്ച ആദ്യ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ഗുരുതര പരാമർശങ്ങൾ. കേസുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്നിട്ടും കൊലപാതകം നടത്തിയത് അബൂബക്കർ ഒറ്റയ്ക്കെന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. വീട്ടിലെത്തിയ മോഷ്ടാക്കൾ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും മുറിയിൽ മുളകുപൊടി വിതറുകയും ചെയ്തിരുന്നു. ഇതും അബൂബക്കറിന്റെ തലയിൽ കെട്ടിവെച്ചാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. 24 ആലപ്പുഴ.